मूले स्थितो ब्रह्मा दीपमध्ये जनार्दनः दीपाग्रे शङ्करः प्रोक्तः प्रभाज्योतिर्नमोऽस्तु ते। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ബാറ വർണ്ണാറത്ത് ഭഗവതി ക്ഷേത്രം 13 വർഷങ്ങൾക്ക് പിന്നാടി ഇവിടെ ബ്രഹ്മകലശാദി പരിപാടികൾ നടന്നെന്ന് അവർ പറഞ്ഞു, അവർ വാക്കിൽ. അപ്പോൾ വീണ്ടും ക്ഷേത്രം പുനരുദ്ധരിച്ചിട്ട് അതിൻ്റെ അഭിവൃദ്ധി കാര്യങ്ങൾ എല്ലാം ചെയ്ത് ഇന്നു മുതൽ അതിൻ്റെ ബ്രഹ്മകലശോത്സവാദി പരിപാടികൾ ക്ഷേത്രതന്ത്രിയായ അറുപത്ത് പത്മനാഭ തന്ത്രി ഇവരുടെ താന്ത്രികത്വത്തിൽ 3 ദിവസങ്ങളും കാലം ഇവിടെ നടക്കുന്നുണ്ട്. ഭഗവതി പറയുന്ന ഒരു സാന്നിധ്യം കേരളത്തിൽ വളരെ വിശേഷമാണ്. അമ്മയായി ഭഗവതിനെ ഞങ്ങൾ പൂജിക്കും. അമ്മയുടെ ഒരു വിശേഷം അതാണ്. ഞങ്ങൾ ഒന്നും ചെയ്യാതെ അമ്മനെ തുടർന്നാൽ, അമ്മനെ അനുസരിച്ചാൽ അമ്മ ഞങ്ങളെ കാത്തു സൂക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളുടെ മനസ്സിലുള്ള ക്ലേശങ്ങൾ ദൂരം ചെയ്യൂ പറഞ്ഞിട്ട് ഞങ്ങളവരെ വിശ്വാസമാണ്. ഇപ്പോൾ അഖിലേഷം വാക്കിൽ പറയുമ്പോൾ പറഞ്ഞു, പല വ്യാധികൾക്ക് ഇവിടുത്തെ ആ എണ്ണ കൊണ്ട് ഒരു ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഞങ്ങളെ ധാർമ്മിക പരമ്പരയിൽ, ധാർമ്മിക വിചാരത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം വേണം. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഹിന്ദു സമാജത്തിൻ്റെ കുറേ ക്ഷേത്രങ്ങൾ ഇപ്പോൾ വളരെ നല്ല ഒരു സ്ഥിതിയിൽ ഇപ്പം ഭക്തന്മാർക്ക് അവിടുത്തെ സാന്നിധ്യ ശക്തികൾ അനുഗ്രഹം നേടുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ അമ്പലങ്ങൾ, ഞങ്ങളെ ആരാധനാലയങ്ങൾ, അത് ദേവസ്ഥാനമാവട്ടെ, ദൈവാരാധന കേന്ദ്രമാവട്ടെ, അല്ലെങ്കിൽ ഭജനാമന്ദിരങ്ങളാവട്ടെ, അവിടെ ഞങ്ങൾ ഒരു വിശ്വാസം വെച്ചാൽ അവിടുത്തെ സാന്നിധ്യ ശക്തികൾ ഞങ്ങളെ കാത്തുരക്ഷിക്കും പറയുന്നത് ഞങ്ങളൊരു വിശ്വാസമാണ്. അത് അവിടെ വരുന്നത് ഏത് സമുദായക്കാരാവട്ടെ. ഇവിടെ ഇപ്പോൾ പറഞ്ഞു യാദവ സമുദായത്തിൻ്റെ ഒരു ക്ഷേത്രമാണ്, പക്ഷേ നായർ സമുദായക്കാർ എല്ലാവരും വന്നിട്ട് കൂടിയിട്ട് ഇത് നടക്കുന്നതാണ്. ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ ഒരു മഹിമേതാണ്. എല്ലാ ജാതിക്കാരും, എല്ലാ പക്ഷങ്ങളിലുള്ളവർ, വേറെ വേറെ പക്ഷങ്ങളിലുള്ള ആൾക്കാർ, പല വിചാര ചിന്തകളുള്ള ആൾക്കാർ എല്ലാവരും കൂടി ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോൾ എല്ലാവരും ഒന്നാണ്. അതുപോലെ ഞങ്ങളെ അമ്പലങ്ങൾ, ഞങ്ങളെ മറ്റേ ദൈവാരാധന കേന്ദ്രങ്ങൾ, ഇതിൽ എല്ലാ സമാജത്തിൻ്റെ എല്ലാ ആൾക്കാരും വന്നിട്ട് ദൈവനെ ആരാധിക്കും, പൂജിക്കും. അതാണ് ഞങ്ങളുടെ ഹിന്ദു സമാജത്തിൻ്റെ ദൈവ
ധാർമ്മിക ക്ഷേത്രത്തിൻ്റെ ഒരു മാത്രമായ ഒരു വിഷയമാണ്. അതുപോലെ ഈ ബാറ വൃണാറത്ത് ഭഗവതി ക്ഷേത്രം ഇപ്പോൾ ഇന്ന് മുതൽ അതിൻ്റെ കലശം കാര്യങ്ങൾ ഇന്ന് തുടങ്ങി 3 ദിവസങ്ങൾ കാലം എല്ലാ ഇതിന് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർ ഒരു ആഭിമുഖ്യത്തിൽ ഇത് നടക്കുന്നുണ്ട്. ഈ സമയത്തിൽ ഇതിൻ്റെ പരിപാടികൾ 3 ദിവസം കാലം നിർവിഘ്നമായി അത് നടക്കട്ടെ. അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആ ഭഗവതി ആ വിഷ്ണുമൂർത്തി നേരിട്ട് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ വിശേഷമായി പ്രാർത്ഥിച്ചുകൊണ്ട്, മുഖ്യമായിട്ട് ഇങ്ങനത്തെ തറവാട് ദൈവാരാധന കേന്ദ്രങ്ങളിൽ കേട്ട് തറവാട് വീടുകളിൽ കേട്ട് അതിൽ ആൾക്കാർ നിരന്തരമായി എല്ലാ അവസരത്തിലും അവർ നിരന്തരമായി അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് മാത്രം ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനത്തെ ധാർമ്മിക വിഷയങ്ങൾ കൈമാറാൻ പറ്റും. ഇപ്പം ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങളെ സമാജം വേറെ സംസ്കാരം കൊണ്ട് ഇപ്പം ഞങ്ങളൊരു യുവ സമാജത്തിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസം കുറഞ്ഞുകൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതല്ല, എല്ലാ അച്ഛനമ്മമാർ അവരെ മക്കളെ ഇങ്ങനത്തെ വിഷയത്തിൽ അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഇതിൻ്റെ ഒരു മഹത്വം അവർക്ക് അറിയിച്ചാൽ തീർച്ചയായും ഈ ഇങ്ങനത്തെ ധാർമ്മിക വിഷയങ്ങൾ ഞങ്ങളെ പരമ്പര വരുന്ന തലമുറക്ക് അത് കൈമാറുമെന്ന് ഞങ്ങളുടെ വിശ്വാസമാണ്. ആ ദിശയിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ ഇതിൻ്റെ പരിപാടികൾ കൂടി നിർവിഘ്നമായ നിരാതങ്കമായ നടക്കട്ടെ. അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങൾ ഭഗവതി വിഷ്ണുമൂർത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയിലുള്ള എല്ലാ ഗണ്യ അതിഥികൾ, ഞങ്ങളുടെ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നായർ, അധ്യക്ഷൻ, സെക്രട്ടറി, ഇതിൻ്റെ അർച്ചകർ, സ്ഥാനികന്മാർ, എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ആരാധ്യമൂർത്തിയായ ശ്രീ ദക്ഷിണാമൂർത്തി ഗോപാലകൃഷ്ണ സ്വാമി, അതുപോലെ ഇവിടെ സാന്നിധ്യം വഹിച്ച ശക്തികൾ ആയുരാരോഗ്യ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ 2 വാക്ക് നിർത്താൻ പോവുകയാണ്. സർവേ ജനാഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.